പത്മകുമാർ നമുക്കൊപ്പം മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. അഭിലാലുണ്ട്. ആ സമുദ്രത്തിൽ നിന്ന് പത്മകുമാറാകുന്ന ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. തിര അപ്പം അവസാനിക്കും ബക്കറ്റിനകത്ത് കയറി കഴിയുമ്പോൾ. അത് ഗോവിന്ദമാഷ് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ആ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത്രയേ ഉള്ളൂ. ബാലേട്ടൻ പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാനത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യമാണ് പരസ്യമായിട്ട് പറഞ്ഞത്. അത് ഇന്നലത്തെ ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുണ്ടായത്. അങ്ങനെ പരസ്യമായി പറഞ്ഞത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പാർട്ടി സംഘടനാപരമായി എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പറ്റത്തില്ല, അതും എനിക്കറിയാം. 5 ലക്ഷം പേര് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് 5 ലക്ഷം അംഗങ്ങളുണ്ട്. അതിനകത്ത് എല്ലാവരെയും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ ഒക്കില്ല. ഞാൻ എന്നെ എടുത്തതിനെ പറ്റി എടുക്കാതിരുന്നതിനെ പറ്റി അല്ലല്ലോ പറഞ്ഞത്. ചില പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി പോലുള്ള ഉന്നത ഘടകങ്ങളിലേക്ക് ആളുകളെ എടുക്കുമ്പോൾ അതിന് സംഘടനാപരമായിട്ടുള്ള ചില നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അത് പാലിച്ച് കണ്ടില്ല എന്നുള്ളത് എൻ്റെ പ്രശ്നമുള്ളൂ. ആ ഒറ്റ വിഷയത്തിലേ ഉള്ളൂ എനിക്ക് തർക്കം. അല്ലാതെ അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വേറെ എന്തെങ്കിലും ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തിയാൽ ഒരു രക്ഷയില്ല. ഇല്ലില്ല, ഞാൻ അതൊന്നും കാണിക്കുന്നില്ലല്ലോ. ഞാനിപ്പോൾ വീണ ജോർജിൻ്റെ കഴിവിനെയൊന്നും ഞാൻ കുറച്ച് കാണുന്ന ആളല്ല. കാരണം അവർ ഇപ്പോൾ 9 വർഷക്കാലമായി ഇവിടെ MLA എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ്. മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവരുടെ കഴിവ് തെളിയിച്ച ആളാണ്. ഇപ്പം മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരുടെ കഴിവ് തെളിയിക്കുന്ന ആളാണ്. കാര്യത്തിലൊന്നും മന്ത്രിയായിട്ട് എടുത്തതെന്ന് ഞാൻ എതിർത്തിട്ടില്ലല്ലോ. 4 വർഷമായില്ലേ അവർ മന്ത്രിയായിട്ടിരിക്കുന്നത്. ഞങ്ങൾ യോജിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല എനിക്ക്. സംസ്ഥാനത്തെ 5 ലക്ഷം അംഗങ്ങളിൽ കേവലം ഒരാൾ മാത്രമാണോ പാർട്ടിക്ക് അംഗം? തീർച്ചയായിട്ടും അതങ്ങനെയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണല്ലോ. ഈ 5 ലക്ഷം പേരിൽ ഒരാൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും പാർട്ടി ബ്രാഞ്ചിലിരിക്കുന്ന സാഹചര്യമുണ്ട്. അതൊന്നും അറിയാൻ വയ്യഞ്ഞിട്ടല്ല. ഞാൻ എന്നെ എടുത്തോ എടുത്തില്ലയോ എന്നുള്ളതല്ല ബാധിക്കുന്ന പ്രശ്നം. ഏറ്റവും പ്രധാനമായിട്ട് ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നമല്ല. രാഷ്ട്രീയവും സംഘടനാപരം, ഞാൻ വളരെ ക്ലിയറായിട്ട് ഒറ്റവാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകത്തിലേക്ക് നിശ്ചയിക്കേണ്ടത്. ആ കാര്യം വീണ ജോർജിൻ്റെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല എന്നുള്ള ഒറ്റ പരിഭവം മാത്രമാണ് എനിക്കുള്ളത്. അത് ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തെ പെശക് ആയിട്ട് ഗോവിന്ദമാഷ് ചൂണ്ടിക്കാണിച്ചത്. അത് എന്നെ എടുത്തില്ല എന്നുള്ള പരിഭവമാണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. എനിക്കുള്ള അഭിപ്രായം ഇതാണ്. ഇത് പറയാൻ ഒരാളെങ്കിലും വേണം, ഇത് പരസ്യമായിട്ട് പറയാൻ ഒരാളെങ്കിലും വേണം എന്നുള്ളത് കൊണ്ട് പരസ്യമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതാ മന്ത്രിമാരെ സംസ്ഥാന സമിതിയിൽ ഖേദിതാവായി ഉൾപ്പെടുത്തുന്നത് ഒരു കീഴ്വഴക്കമാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ടി രവീന്ദ്രനാഥിനെ സമാനമായ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയതാണ്. മന്ത്രിമാർക്കും കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദി എന്നാണ് കാണുന്നത്. ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ ധാരണ വെച്ചിട്ട് ചിലപ്പോൾ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ പിന്നെ ഞാൻ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ജില്ലാ സെക്രട്ടറി പറഞ്ഞതാവാം ശരി. അല്ല, ധൈര്യക്കേടിൻ്റെ ഒന്നും പ്രശ്നമല്ലെന്ന്. ഇതൊക്കെ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു കാര്യമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കാര്യമല്ല. കാരണം പാർട്ടിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, മന്ത്രിയായിരുന്നു, കണ്ണൂർ ജില്ലയാണ്. ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നമല്ല. പാർട്ടി വേദിയിൽ പങ്കെടുപ്പിക്കുകയാണെ പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അറിയത്തില്ല, വിളിക്കുകയാണെ പോവും, പങ്കെടുക്കും, പറയാനുള്ളത് പറയും. നടപടി അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നടപടിക്ക് വേണ്ടി കാത്തിരിക്കുമോ അതോ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ എന്താ വെച്ചാൽ പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ എൻ്റെ വ്യക്തിനിഷ്ടമല്ലല്ലോ ഇതൊന്നും. എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. ഞാൻ അതൊന്നും പറയാൻ ഞാനില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആ പോയിന്റ് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു, നാളെ അത് പറയും. അത്രയും
അപ്പോൾ അർഹതപ്പെട്ടത് കിട്ടിയെന്ന് അവർ പറയുമ്പോഴും അവഗണന എങ്ങനെയാണ്? അർഹതയും അവഗണനയല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ. പറഞ്ഞപ്പോൾ ആ പോയിന്റുകൾ ചേർക്കേണ്ടിയിരുന്നില്ല എന്നെനിക്ക് പിന്നീട് തോന്നിയതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു ഘടകത്തിലേക്ക് ആളിനെ എടുക്കുന്നതിനെ പറ്റി മാത്രമേ ഉള്ളൂ എനിക്ക് തർക്കം. ആ ഒരു ചെറിയ പോയിന്റാണ്. ആ പോയിന്റ് പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തെ പെശകായിട്ട് നേതാക്കന്മാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ആ പെശക് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു, ഞാനും അത് അംഗീകരിക്കുന്നു. തെറ്റ് തന്നെയാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞതാണെന്നുള്ളതും അംഗീകരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ കണക്ക്.